പലശനിയിലെ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ 5ാമത്തെ ശസ്ത്രക്രിയയും കഴിഞ്ഞു. ചിലവിന് പണമില്ലാതെ കുടുംബം. കഴിഞ്ഞ മാസം വീണു പരിക്കേറ്റതിനെ തുടർന്നാണ് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത്. വലതുകൈയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മുറിച്ചു മാറ്റിയത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സിച്ചെങ്കിലും പെൺകുട്ടിയുടെ കൈയിൽ പഴുപ്പ് കയറിയത് ചികിത്സിച്ച ഡോക്ടർമാരുടെ പിഴവ് മൂലമാണെന്നാണ് പരാതി. സെപ്റ്റംബർ 24-നായിരുന്നു സംഭവം. 1 മാസത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടി. കൂടെ പിതാവ് വിനോദും അമ്മ പ്രസീതയുമുണ്ട്. നിത്യച്ചെലവിന് പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് ടി വിനോദും ഭാര്യ പ്രസീതയും UTVയോട് പറഞ്ഞു. നമ്മളിപ്പോൾ വന്നിട്ട് 1 മാസമായി മെഡിക്കൽ കോളേജിൽ വന്നിട്ട്, പക്ഷേ നമുക്ക് സർക്കാരിൻ്റെ നിന്ന് മരുന്ന് മാത്രം ലഭിക്കുന്നുള്ളൂ. പക്ഷേ കുട്ടിൻ്റെ ചികിത്സയ്ക്കുള്ളത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇനിയുള്ള അവളുടെ ജീവിതത്തിലേക്കുള്ള ഫണ്ടുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി അതിനുള്ളത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാബു MLA നെന്മാറയിലെ അവരിപ്പോൾ മുഖ്യമന്ത്രിക്ക് എല്ലാവർക്കും ഇപ്പോൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വേഗം ഒന്ന് ശരിയാക്കി തരണമെന്ന് നമ്മൾ അപേക്ഷിക്കുന്നു. സർക്കാർ നഷ്ടപരിഹാരം നൽകുമെന്ന് പറഞ്ഞെങ്കിലും അതുണ്ടായില്ല. ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുകയാണെന്ന് വിനോദ് അറിയിച്ചു. 10,000 രൂപയോളം ആദ്യഘട്ടത്തിൽ ചിലവായി. ഇപ്പോൾ മരുന്ന് മാത്രമാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത്. നീരൊഴിവാക്കുവാനും മറ്റുമായി 5 തവണയാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഇപ്പോഴും കുട്ടി തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ കഴിയുകയാണ്. സർക്കാരിൽ നിന്നും എന്ന് പണം ലഭിക്കുമെന്നറിയാത്ത അവസ്ഥയാണെന്ന് വിനോദ് പറഞ്ഞു. മന്ത്രി നേരിട്ട് വിളിച്ചുവെങ്കിലും നഷ്ടപരിഹാരം സംബന്ധിച്ച ഉറപ്പൊന്നും നൽകിയില്ല. കെ ബാബു MLA നിർദ്ദേശിച്ചതനുസരിച്ച് വില്ലേജ് ഓഫീസിലേക്ക് ആധാർ കാർഡിന്റെയും റേഷൻ കാർഡിന്റെയും ബാങ്ക് പാസ്ബുക്കിന്റെയും പകർപ്പുകൾ നൽകിയിരുന്നു. ചില പേപ്പറുകളും കളക്ടർക്ക് വേണ്ടി ഒപ്പിട്ടു വാങ്ങിയതായി വിനോദ് പറഞ്ഞു. കൊഴിഞ്ഞാമ്പാറയിലെ വാടക വീടിനടുത്ത് കളിക്കുമ്പോഴാണ് കുട്ടിക്ക് വീണ് കൈക്ക് പരിക്കേറ്റത്. പഴുപ്പ് ഇപ്പോഴും ഉള്ളതിനാലാണ് ശസ്ത്രക്രിയകൾ വേണ്ടിവരുന്നതെന്ന് വിനോദ് പറഞ്ഞു. കൈയിലെ ട്യൂബ് ഉടൻ തന്നെ മാറ്റുമെന്ന് ഡോക്ടർമാർ അറിയിച്ചതായി വിനോദ് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.